نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها المؤمنون أوصيكم وإياي أولا بتقوى الله പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് ഖുതുബയുടെ ആദ്യത്തിൽ തന്നെ ഏവരെയും ഓർമ്മിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിച്ച് ആ നിലക്ക് മരണപ്പെടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ കല്യാണം കഴിച്ച മഹാനായ സ്വഹാബിയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ലോകത്തെ 3ാമത്തെ ഖലീഫയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് മഹാനായ സ്വഹാബി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മുസ്ലിങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിനു വേണ്ടി ധാരാളം സമ്പത്തുകൾ ദാനം നൽകിയ വളരെയധികം മഹത്വമുള്ള സ്വഹാബിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. കാന ഉസ്മാൻ ഇദാ വഖഫ അലാ ഖബരിൻ യബ്കി ഹത്താ യബല്ല ലിഹിയതുഹു. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ഖബറിലെത്തിയാൽ, ഖബറിന്റെ അടുക്കലെത്തിയാൽ അദ്ദേഹത്തിന്റെ താടി നനയുമാർ അദ്ദേഹം കരയുമായിരുന്നു. അദ്ദേഹത്തോട് സ്വഹാബാക്കൾ ചോദിച്ചു, നിങ്ങൾ നരകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊന്നും നിങ്ങൾ കരയുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ നരകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കരയാത്ത നിങ്ങൾ? എന്താണ് ഖബർ കാണുമ്പോൾ നിങ്ങൾ കരയാൻ കാരണം? അതിൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറഞ്ഞാൽ അത് പരലോകത്തേക്കുള്ള, നാളെയിലേക്കുള്ള ആദ്യത്തെ മൻസിലാണ്, ആദ്യത്തെ ഗേഹമാണ്, ആദ്യത്തെ വീടാണ്. ആരാണോ ആ ഖബറിൽ രക്ഷപ്പെടുന്നത് അവൻ ബാക്കിയെല്ലാം അവൻ രക്ഷപ്പെട്ടു.
ആരാണോ ആ ഖബറിൽ പ്രയാസപ്പെടുന്നത്, ആ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത്, അവന്റെ ബാക്കിയെല്ലാം അതികഠിനമായിരിക്കും, പ്രയാസമായിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ദഉ മിൻഹു. ഖബറിനേക്കാൾ മോശമായ, ഖബറിനേക്കാൾ ഭയാനകരമായ മറ്റൊരു സ്ഥലവും മറ്റൊരു ദൃശ്യവും ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മരണത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇന്ന് മരിച്ചാൽ നമ്മൾ മണിക്കൂറുകൾക്കപ്പുറം ഖബറിലാണ്. ഖബറിൽ വിശ്വാസികൾക്ക് രക്ഷയും അവിശ്വാസികൾക്ക്, പടച്ചറബിന്റെ കൽപ്പനകളെ, താക്കീതുകളെ സ്വീകരിക്കാത്ത വ്യക്തികൾക്ക് ശിക്ഷയുമുണ്ട് എന്ന് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട പലരും ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതൊരിക്കലും ഒരു മുസ്ലിമിന് ചേർന്നതല്ല. ഇസ്ലാമിക പ്രമാണങ്ങളും അധ്യാപനങ്ങളും നമ്മളെ ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഖബറിൽ ശിക്ഷ ലഭിക്കുന്ന ചില തിന്മകൾ നമുക്ക് ഈ ഒരു ഖുതുബയിലൂടെ പരിചയപ്പെടാം. ഇവിടെ പ്രതിപാദിക്കുന്ന തിന്മകൾ പ്രിയപ്പെട്ടവരെ കേവലം ഒരു ഖുതുബ കേട്ട് പോകുക എന്നതിനപ്പുറം ആ തിന്മകളെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതായി, ഖബറിൽ ഇന്ന് മരിച്ച് ഖബറിൽ കിടന്നാൽ ശിക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ തിന്മയാണ് ഒരു വ്യക്തി ശിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഒരു പക്ഷേ ശിർക്കും തൗഹീദും ഒക്കെ ഉൾക്കൊണ്ടവരും അത് മനസ്സിലാക്കിയവരുമായിരിക്കാം എന്റെ ഖുതുബ കേൾക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് മാത്രം നമ്മൾ നൽകേണ്ട ഒന്ന്, അള്ളാഹുവിന് മാത്രം നമ്മൾ നൽകേണ്ട നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ നേർച്ച വഴിപാടുകൾ, അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നൽകലാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അതെങ്ങാനും വല്ലവരും ചെയ്താൽ അവൻ നരകത്തിലാണ് കാലാകാലം. അതിൽ തർക്കല്ല. ഇന്നഹു മയുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു, അവന്റെ സങ്കേതം നരകമാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതി തന്നിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശിർക്ക് ചെയ്ത ഒരു വ്യക്തി മരിച്ച് ഖബർ കടന്നാൽ പോലും അവന് ശിക്ഷ ഉണ്ട് എന്നാണ്. ഒരിക്കല് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളുടെ കൂടെ ഒരു കഴുതപ്പുറത്ത് ഇങ്ങനെ യാത്രയായിരുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോ ആ കഴുത ആകെ വിറളി പൂണ്ടു. പ്രവാചകൻ അതിന്റെ പുറത്തു നിന്നും തള്ളിയിടാൻ വരെ പരിശ്രമിച്ചു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നോക്കിയ സമയത്ത് അവിടെ ഒരു ഖബർ ഉണ്ടായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വഹാബാക്കളോട് ചോദിച്ചു, മൻ യഅരിഫു അസ്ഹാബ ഹാദിഹിൽ ഖുബൂർ ഹാദിഹിൽ അഖ്ബർ, ഈ ഖബറിൽ ആരാണ് കിടക്കുന്നത് എന്നറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഒരു സ്വഹാബി പറഞ്ഞു, എനിക്കറിയാം, ഇന്ന വ്യക്തികളാണ് ഈ ഖബറിൽ കിടക്കുന്നത്, എനിക്കറിയാമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ചോദിച്ചു, ഫമതാ മാത ഹഉല, അവരെങ്ങനെയാണ്, എപ്പോഴാണ് അവർ മരണപ്പെട്ടത്? അവര് പറഞ്ഞു, ഖാല മാതു ഫിൽ ഇശ്റാഖ്, അവർ അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് മരണപ്പെട്ടവരാണ് റസൂലേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ഹാദിഹിൽ ഉമ്മ തുബ്തലാ ഫി ഖുബൂരിഹാ ഫലൗലാ അല്ലാ തദാഫനു ലദഅഉതുല്ലാഹ അൻ യസ്മഅകും മിൻ അദാബിൽ ഖബ്രി അല്ലദി യസ്മഉ മിൻഹു. സ്വഹാബത്തെ, എന്റെ ഉമ്മത്തിൽപ്പെട്ട വ്യക്തികൾ അവർ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. നിങ്ങളെങ്ങാനും മരിച്ച വ്യക്തിയെ ഖബറടക്കുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നില്ലായിരുന്നെങ്കിൽ, സ്വഹാബത്തെ, ഈ ഖബറിൽ നടക്കുന്ന ശിക്ഷയെ കേൾപ്പിക്കാൻ ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഖബറിൽ ഒരു വ്യക്തി കടന്നാൽ അവന് ലഭിക്കുന്ന ശിക്ഷകളെങ്ങാനും നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഒരു വ്യക്തിയെയും നിങ്ങൾക്ക് ഖബറടക്കാൻ സാധിക്കില്ലായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി പറയാം. ശിർക്ക് ചെയ്ത് ഒരു വ്യക്തി ഖബറിൽ പോയി കിടക്കുകയാണെങ്കിൽ അവന് പ്രിയപ്പെട്ടവരെ ഖബറിൽ വലിയ ശിക്ഷയുണ്ട് എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അല്ലാഹുവേ എന്നല്ലാത്തൊരു വിളി നമ്മുടെ നാവിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിത്തീരാൻ പറ്റുകയില്ല. ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗം നമുക്ക് നിഷിദ്ധമാണ്. അതിനുമപ്പുറം ഖിയാമത്ത് നാൾ വരെ ഖബറിൽ കിടക്കുന്ന കാലത്തോളം ഖബറിൽ കിടന്നു പോലും ശിക്ഷ നേരിടേണ്ടി വരുന്ന ഹതഭാഗ്യവാന്മാരെ നമ്മൾ മാറിത്തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ ആ കാര്യം വളരെയധികം ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു തിന്മയായിക്കൊണ്ട് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, ഒരു വ്യക്തി, പുരുഷൻ പ്രത്യേകിച്ചും, അവന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെടുകയാണെങ്കിൽ അവന് ഖബറിൽ ശിക്ഷ ഉണ്ട് എന്ന് റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബൈനമാ റജുലുൻ യജുറു ഇസാറഹു മിനൽ ഖുയലാഇ ഖുസ്ഫ ബിഹി ഫഹുവ യതൽജൽജലു ഫിൽ അർദി ഇലാ യൗമിൽ ഖിയാമ. ആരെങ്കിലും അഹങ്കാരപൂർവ്വം തന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ താഴ്ത്തിടുകയാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അവന്റെ ഖബറിൽ, ആ ഖബർ അവന്റെ ഭൂമി അവനെയും കൊണ്ട് അഗാധയിലേക്ക് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന. ഇന്ന് പല മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെയും പാന്റ്, പുരുഷന്മാരുടെ പാന്റ് നിര്യാണിക്ക് താഴെയാണ്.
സഹോദരങ്ങളെ പറ്റൂല. നിര്യാണിക്ക് താഴെ ഒരു മുസ്ലിമിന്റെ പാന്റ് പോകാൻ പറ്റൂല. ഹദീസുകളിൽ വന്ന പ്രയോഗം എന്താ? ഒരു മുസ്ലിമിന്റെ വസ്ത്രം അതവന്റെ മുട്ടിന്റെയും നിര്യാണിക്കും മധ്യത്തിലാണെന്ന്. വേണമെങ്കിൽ നിര്യാണി വരെ പോകാം. ഇന്ന് പല ആളുകളുടെയും, ഒരുപക്ഷെ ഇന്ന് പള്ളിയിലിരിക്കുന്ന നമ്മുടെ പലരുടെയും പാന്റ് എന്താണെന്ന് നമ്മൾ സ്വയം ആലോചിക്കുക. നിര്യാണിക്ക് താഴെയാണോ വസ്ത്രം, പാന്റ്? അത് കേവലം നിസ്കരിക്കുമ്പോൾ മാത്രം കയറ്റി കൊടുക്കാനുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, ഖബറിൽ പോലും ശിക്ഷയുണ്ട്. നാളെ പരലോകത്തോ റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സലാസത്തുൻ, 3 വിഭാഗം ആളുകളുണ്ട്. അവരെന്താ? അവർക്ക് ലാ യുകല്ലിമുഹുമുല്ലാഹ് വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കിഹിം വലഹും അദാബുൻ അലീം. അവരല്ലാഹ് തിരിഞ്ഞു നോക്കൂല നാളെ പരലോകത്ത്. അവരോട് സംസാരിക്കൂല, അവരെ പരിഗണിക്കൂല. അവർക്ക് വേദനയേറിയ ശിക്ഷ നാളെ പരലോകത്ത് കാത്തിരിക്കുന്നുണ്ട്. അതിൽ പെട്ട ഒരാളാരാ? അൽ മുസ്ബിലു ഇസാറഹു, തന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെയിട്ട പുരുഷനെ പരലോകത്ത് പടച്ചറബ് തിരിഞ്ഞു നോക്കൂല. ഓന് വലിയ ശിക്ഷ ഉണ്ട്. ഓനോട് സംസാരിക്കൂല, ഓനെ പടച്ചറബ് പരിഗണിക്കൂല. പുരുഷന്മാരെ, നമ്മുടെ വസ്ത്രം ഒരിക്കലും നിര്യാണിക്ക് താഴെ പോകുന്ന അവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകരുത്. ഉണ്ടോ? പരലോകത്തും ശിക്ഷ ഉണ്ട്. ഖബർ കിടക്കണ വേളയിൽ പോലും നമ്മൾ ഭൂമിയുടെ അഗാധയിലേക്ക് നമ്മളെ താഴ്ത്തിക്കൊണ്ടിരിക്കും. വലിയ ശിക്ഷയുള്ള കാര്യമാണ്, ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ഒരു തിന്മയായിക്കൊണ്ട് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, മൂത്രവിസർജനം നടത്തുന്ന വേളയിൽ കൃത്യമായി ശുദ്ധീകരിക്കാതിരിക്കുക, അതുപോലെ തന്നെ അവിടെ നിന്നും മറ സ്വീകരിക്കാതിരിക്കുക. ഇന്ന് പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ഇന്ന് പല ആൾക്കാരും മൂത്രമൊഴിച്ചാൽ കൃത്യമായിട്ട് കഴുകൂല. അതുപോലെ തന്നെ മൂത്രമൊഴിക്കുമ്പോൾ തങ്ങളുടെ വസ്ത്രത്തിലേക്ക് മറ്റു ആകുണ്ടോ നോക്കൂല. ഇന്ന് പല സ്ഥലങ്ങളിലുമുള്ള നിന്ന് മൂത്രമൊഴിക്കുന്ന സമ്പ്രദായങ്ങൾ, അതിൽ മൂത്രമൊഴിക്കുമ്പോൾ പലരുടെയും മൂത്രം ദേഹത്തേക്ക് തെറിക്കാറുണ്ട്, വസ്ത്രത്തിലേക്ക് തെറിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേഹത്ത് നജസ് ഉണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാവൂ? ഒരു വ്യക്തിയുടെ ദേഹത്ത് നജസ് ഉണ്ടെങ്കിൽ അവരുടെ നിസ്കാരം ശരിയാവൂ? നിസ്കാരം പോലും ശരിയാകൂല. ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖബറൈൻ ഫഖാല, റസൂലുള്ളാഹി ഒരിക്കലും 2 ഖബറിനടുത്ത് കൂടെ നടന്നു പോവാണ്. റസൂലുള്ളാഹി ചോദിച്ചു, ഇന്നഹുമാ ലയുഅസിബാൻ വമാ യുഅസിബാനി ഫീ കബീരി. ഈ ഖബർ കിടക്കുന്ന 2 ആൾക്കാരും അള്ളാന്റെ ശിക്ഷ നേരിട്ടുകൊണ്ടിരിക്കുക. ഒരു വലിയ തിന്മോണ്ടൊന്നല്ല ശിക്ഷ, എന്തോലും ചെയ്ത ശിക്ഷ. അമ്മ അഹദുഹുമാ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ. ഇതിൽപ്പെട്ട ഒരു വ്യക്തി എന്താ? ഒരു വ്യക്തി അവൻ ശിക്ഷ നേരിടാൻ കാരണം ലാ യസ്തതിറു മിനൽ ബൗൽ, അവൻ മൂത്രത്തിൽ നിന്നും, ആ മൂത്രം തെറിച്ചു വീഴുന്നതിൽ നിന്നും മറ സ്വീകരിക്കാത്ത വ്യക്തിയാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ലാ യസ്തൻസിഹു മിൻ ബൗലിഹി, അവൻ അവന്റെ മൂത്രത്തെ തൊട്ട് ശുദ്ധി പ്രാപിക്കൂല. മൂത്രമൊഴിച്ചാൽ അവന് കൃത്യമായിട്ട് കഴുകില്ല. ഖബർ കിടക്കുമ്പോൾ പോലും അത്തരം ആളുകൾക്ക് ശിക്ഷ ഉണ്ടെന്ന ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. മറ്റൊരു ഹദീസിൽ കാണുവാൻ പറ്റും, റസൂലുള്ളാഹി പറയാണ്, ഇസ്തൻസിഹു മിനൽ ബൗൽ ഫഇന്ന ആമത അദാബിൽ ഖബരി മിൻഹു. സ്വഹാബത്തെ, നിങ്ങൾ ഖബർ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ശുദ്ധീകരിച്ച് വൃത്തിയാകണം. കാരണം എന്താ? ഖബറിൽ ഏറ്റവും അധികം ശിക്ഷ ലഭിക്കുന്നത് ആ മൂത്രമൊഴിച്ച് കൃത്യമായി മനോഹരിക്കാത്ത, അത് ശുദ്ധീകരിക്കാത്ത വ്യക്തികൾക്കാണ്. കൃത്യമായിട്ട് ആലോചിക്കുക. മൂത്രമൊഴിച്ചാൽ അല്പമൊക്കെ സമയമെടുത്താലും പ്രിയപ്പെട്ടവരെ അത് കൃത്യമായി കഴുകിയിട്ട് മാത്രമേ നമ്മൾ പോരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഖബറിൽ നിന്നുപോലും നമുക്ക് ശിക്ഷ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുക. അക്കാര്യം ശ്രദ്ധിക്കണം. നാലാമതൊരു തിന്മയായിക്കൊണ്ട് ഹദീസുകളിലുണ്ട്, ഒരു വ്യക്തി ഏഷണയും പരദൂഷണവും പറഞ്ഞെടുക്കുക. അത്തരം വ്യക്തികൾക്കും ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന. എന്താ ഏഷണിയും പരദൂഷണം? റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് ചോദിച്ചു, അതദറൂന മൽ ഗീബ, സ്വഹാബത്ത്, ഗീബത്ത് എന്ന് പറഞ്ഞാൽ, പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും പ്രവാചകനും അറിയാം. റസൂലുള്ളാഹി പറയാണ്, ദിക്റുക അഖാക ബിമാ യക്റഹ, നിന്റെ സഹോദരൻ വെറുക്കുന്ന ഒരു കാര്യം നീ പറയലാണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ, പരദൂഷണം എന്ന് പറഞ്ഞാൽ. ഒരാൾക്കൊരു കാര്യം വെറുപ്പുണ്ട്, ആ വെറുപ്പുള്ള കാര്യം ഞാൻ പറഞ്ഞു നടക്കലാണ് പ്രിയപ്പെട്ടവരെ ഗീബത്ത്, പരദൂഷണം എന്ന് പറഞ്ഞാൽ. സ്വഹാബത്ത് ചോദിച്ചു, ഇൻകാന ഫീ അഖീ മാ അഖൂൽ, റസൂലേ, ഞാൻ ആ പറയുന്ന കാര്യം ആ വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അതിങ്ങൾക്ക് പറയാൻ പറ്റുമോ? റസൂലുള്ളാഹി പറയാണ്, ഇൻകാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഗ്തബത്ത വഇല്ലം യകുൻ ഫീഹി ഫഖദ് ബഹത്ത. നീ പറയുന്ന കാര്യം അവരിൽ ഉണ്ടെങ്കിൽ നീ പറഞ്ഞത് ഗീബത്ത, അതില്ലെങ്കിലോ പ്രിയപ്പെട്ടവരെ നീ അവന്റെ മേലിൽ ഒരു കളവ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മറ്റവനെ കുറിച്ച് ഏഷണിയും പരദൂഷണവും പറഞ്ഞു നടക്കുന്നവരെ നമ്മൾ മാറരുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ജിതനിബൂ കസീറൻ മിനദ്ദൻ ഇന്ന ബഅദദ്ദൻ ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും മൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ. മരിച്ചു കിടക്കുന്ന സഹോദരന്റെ പച്ച മാംസം ഭക്ഷിക്കുന്നതിന് തുല്യമാണ് ഗീബത്ത് പറയാന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. റസൂലുള്ളാഹി പറയാണ്, ലമ്മാ ഉരിജ ബി മറത്തു ബിഖൗമിൻ ലഹും അദ്ഫാറുൻ മിൻ നുഹാസിൻ. റസൂലുള്ളാഹി മിഅ്റാജ് യാത്ര പോയപ്പോൾ ഒരു വിഭാഗം ആളുകളുടെ ഇടയിലൂടെ നടന്നുപോയി. അവർക്ക് ലഹും അദ്ഫാറുൻ മിൻ നുഹാസിൻ, അവർക്ക് ചെമ്പ് കൊണ്ടുള്ള നഖങ്ങൾ നൽകപ്പെട്ട വ്യക്തികളാണ്. അവര്
യഖ്മിശൂന വുജൂഹഹും വസുദൂറഹും, ചെമ്പ് കൊണ്ടുള്ള നഖം നൽകപ്പെട്ടവര് തങ്ങളുടെ മുഖങ്ങളും മാറിടവും ഇങ്ങനെ മാന്തി പിച്ചി ചീന്തുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, മൻ ഹഉലാഇ യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീൽ, ഇത് ആരാ? സ്വന്തം മുഖവും സ്വന്തം മാറിടവും ഇത് ചെമ്പിന്റെ നഖം കൊണ്ട് മാന്തുന്ന മാന്തി പൊളിക്കുന്ന ഇവരാരാണ് ജിബ്രീലെ? ജിബ്രീൽ പറഞ്ഞു, ഖാല ഹഉലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫീ അഅറാദിഹിം. റസൂലേ, അവരാരാന്നറിയോ? ജനങ്ങളുടെ മാംസം ഭക്ഷിച്ചവരാണ് അവർ. അവര് വയഖഊന ഫീ അഅറാദിഹിം, അന്യന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്തവനാണ് അവൻ. പരലോകത്ത് ശിക്ഷ എന്താ പ്രിയപ്പെട്ടവരെ? ചെമ്പിന്റെ നഖം നൽകിയിട്ട് അതുകൊണ്ട് മുഖവും മാറിടവും മാന്തിയേണ്ടി വരുന്ന ഹതഭാഗ്യവാന്മാരായി ഏഷണയും പരദൂഷണവും പറഞ്ഞു നടക്കുന്ന ആൾക്കാർ മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ ഹദീസിലെ 2 വിഭാഗം ആളുകളെ പറഞ്ഞത്. രണ്ടാമത്തെ വിഭാഗം ആരാണ്? നമീമത്ത് പറഞ്ഞു നടന്ന ആളാണ്. അത്തരം ആളുകൾക്ക് ഖബറിൽ പോലും ശിക്ഷയുണ്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നാം ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ ഒരു കാര്യമാണ്, ഒരു വ്യക്തി അവന് മോഷ്ടിക്കുകയും ചതിച്ചെടുക്കുകയും ചെയ്യാം. മോഷണവും ചതിയും ഒരു മുസ്ലിമിനൊരിക്കലും ചേർന്നതല്ല. റസൂലുള്ളാഹി പറയാണ്, ഒരിക്കല് സഹാബത്ത് പറയുന്നുണ്ട്, കാന അലാ സഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ യുഖാലു ലഹു കിർക്കറ. റസൂലുള്ളാഹിക്ക് യാത്രാ സാമഗ്രികൾ ഒരുക്കി കൊടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കിർക്കറ എന്നാണ്. ഫമാത്ത, അവൻ മരണപ്പെട്ടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ ഫിന്നാർ. റസൂലുള്ളാഹി പറഞ്ഞു, അവൻ നരകത്തിലാണ്. എന്തേ കാരണം? അവന് ഒരു വസ്ത്രം അപഹരിച്ചെടുത്ത വ്യക്തിയായിരുന്നു. ഒരു വസ്ത്രം മോഷ്ടിച്ച് മരിച്ചിട്ട് പോലും റസൂലുള്ളാഹി പറയാ, അത്തരം ആളുകൾ നരകത്തിലാണ്. ഒരു പക്ഷെ നമ്മൾ ആരും മോഷ്ടിക്കാറില്ല, എങ്കിലും പ്രിയപ്പെട്ടവരെ, കച്ചവടത്തിൽ ചതിക്കുകയോ വഞ്ചനയോ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. മൻ ഗശ്ശ ഫലൈസ മിന്ന, ചതിക്കുന്നവൻ വഞ്ചിക്കുന്നവൻ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതുകൊണ്ട് ചതിക്കരുത്, വഞ്ചിക്കരുത്. ഒരു ഷഹീദായ വ്യക്തി പോലും സ്വഹാബത്ത് അവൻ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ട് പോലും റസൂലുള്ളാഹി അല്ല. കാരണം എന്താ? അവൻ മരിക്കുമ്പോൾ മോഷ്ടിച്ചിട്ടുണ്ട് എന്നാ. പ്രിയപ്പെട്ടവരെ, മോഷണം അതൊരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്ന ഗുണമല്ല, നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആറാമത്തൊരു തിന്മയാണ്, അല്ലെങ്കിൽ ഖബറിൽ ശിക്ഷ ലഭിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തി മരിക്കുമ്പോൾ കടബാധ്യതയോടുകൂടി മരണപ്പെടുക. കടം നമുക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ വാങ്ങാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അത് കൊടുക്കുന്നവർക്ക് വലിയ പ്രതിഫലം ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് പലരും അനാവശ്യമായി കൊണ്ട് കടം വാങ്ങാറുണ്ട്. എന്തിനും ഏതിനും ഒരു ചെറിയത് വരുമ്പോഴത്തിനും പോയി കടം വാങ്ങുക, ഒരു പുതിയ കാറ് വാങ്ങാൻ വേണ്ടി കടം വാങ്ങുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ കടം വാങ്ങേണ്ട സാധനം മാത്രമാണ് കടം. എന്താ ഇതിന്റെ ഗൗരവം പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി പറയാണ്, യുഗ്ഫറു ലിശ്ശഹീദി കുല്ലി ശൈഇൻ ഇല്ല ദൈൻ. ഒരു ഷഹീദിന് അവന്റെ എല്ലാ പാപവും പുറത്തു കൊടുക്കും, കടമൊഴിച്ച്. ഷഹീദ് എന്ന് പറഞ്ഞാൽ ആരാ? അടർക്കളത്തിൽ ഇസ്ലാമിന് വേണ്ടി പോരാടി മരണപ്പെടുന്ന വ്യക്തിയാണ്. അവരെല്ലാം പുറത്തു കൊടുക്കും, കടമില്ലെങ്കിൽ. കടം അവനൊരിക്കലും പടച്ചെടുപ്പ് പുറത്തു കൊടുക്കൂല എന്ന്. കടത്തോടുകൂടി മരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവമുള്ള കാര്യം. റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ളഅ അൻഹു. ഒരു മുസ്ലിമിന്റെ ആത്മാവ് അവന്റെ കടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് അവൻ വീട്ടുന്ന കാലത്തോളം. കടമുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിക്കോളി. സമ്പത്തൊക്കെ ഉള്ളത് കടം പെട്ടെന്ന് വീട്ടുക. ഒരു വ്യക്തി മരിച്ചാൽ അവന്റെ അനന്തര സ്വത്ത് ഓരി വെക്കുന്നതിന് മുമ്പ് കടം വീട്ടണമെന്ന ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കടവുമായി ജീവിക്കുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും മാറരുത്. ഹദീസുകളിൽ കാണുവാൻ പറ്റും, ഒരു വ്യക്തി മരിച്ചു. ഒരു സ്വഹാബിയായ വ്യക്തി മരിച്ചു. അവൻ റസൂൽ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ആ വ്യക്തിക്ക് 2 അലൈഹി ദീൻ റസൂൽ ചോദിച്ചാൽ അദ്ദേഹത്തിന് കടണ്ടോ? അവര് പറഞ്ഞു, ദീനാറാണ് റസൂലെ, 2 ദീനാറ് കടണ്ട്. ഫൻസറഫ, റസൂലുള്ളാഹി നിസ്കരിക്കാതെ തിരിഞ്ഞു നിന്ന. കേവലം 2 ദീനാറ് മാത്രം കടമുള്ള വ്യക്തിയുടെ ജനാസ നിസ്കരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ തയ്യാറായില്ല. അപ്പൊ മഹാനായ സ്വഹാബി അബൂ ഖതാദ റളിയല്ലാഹു അൻഹു, റസൂലെ 2 ദീനാറല്ലേ? അത് ഞാൻ ഏറ്റെടുത്തു. റസൂലുള്ളാഹി മയ്യത്ത് നിസ്കരിച്ചു. പിറ്റേ ദിവസം റസൂലുള്ളാഹി അബൂ ഖതാദയെ കണ്ടു. അബൂ ഖതാദയോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, മാ ഫഅല ദീനാറാൻ? അബൂ ഖതാദ, ആ 2 ദീനാർ എന്താ ചെയ്തത്? അദ്ദേഹം ചോദിച്ചു, ഇന്നമാ മാത അംസി, റസൂലെ അവൻ ഇന്നലല്ല മരിച്ചത്, 2 ദീനാറല്ലേ, ഞാൻ വീട്ടിക്കോളാം. റസൂൽ പറയാണ്, ഫആദ ഇലൈഹി മിനൽ ഖദ് ഫഖാൽ ഖദ് ഖളൈത. റസൂൽ പിറ്റേന്നും കൊണ്ട് എന്നിട്ട് ചോദിച്ചു, അബൂ ഖതാദ ആ കടജി വീട്ടിയോ? അദ്ദേഹം പറഞ്ഞു, ഖളൈതുഹാ റസൂലെ, ഞാനത് വീട്ടി എന്ന് പറഞ്ഞു. ഖദ് ഖളൈതുഹാ റസൂലെ, ഞാനത് വീട്ടി എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറയാണ്, അൽ ആന ബർദത് ജിൽദതുഹു, ഇപ്പോഴാണ് ഖബറിൽ കിടക്കുന്ന ആ വ്യക്തിയുടെ തൊലികൾക്ക് ശമനം, തണുപ്പുണ്ടായത്. കേവലം 2 ദീനാർ മാത്രമേ കടള്ളൂ മരിക്കുമ്പോൾ. റസൂൽ 2 വട്ടം കണ്ടപ്പോൾ അബൂ ഖതാദയോട് ചോദിക്കും, അബൂ ഖതാദ കടം വീട്ടിയോ? 2 ദീനാർ.
വീട്ടിയപ്പോ പറഞ്ഞു, അൽ ആന, ഇപ്പോഴാണ് ഖബറിൽ അവന്റെ തൊലികൾക്ക് ശമനമുണ്ടായത്, തണുപ്പുണ്ടായത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഖബറിൽ കിടക്കുന്ന വ്യക്തികൾ കടം കൊണ്ട് നേരിടുന്ന ശിക്ഷ അതെത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് കടലുള്ള ആളുകൾ പരമാവധി പെട്ടെന്ന് വീട്ടുക. നമ്മൾ മരിച്ച് മക്കളത് ഊരി വെക്കണം. നമ്മുടെ സ്വത്തുനിന്ന് ആദ്യം വീട്ടേണ്ടത് നമ്മുടെ കടമാണ്. അതിനു മുമ്പ് നമ്മൾ തന്നെ പ്രിയപ്പെട്ടവരെ അത് വീട്ടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. 7-ാമത്തെയും 8-ാമത്തെയും കാര്യമായിക്കൊണ്ട് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമിറ ബിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ് അൻ യുദ്റബ ഫീ ഖബരിഹി 100 ജൽദ. അല്ലാഹുവിന്റെ ഒരു അടിമയെ ഖബറിൽ 100 അടി അടിക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. അങ്ങനെ ഫലം യസ്അലു വയദഉ ഹത്താ സാറത് ജിൽദതൻ വാഹിദ. അവൻ അല്ലാഹുവിനോട് കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് 100 അടി കൽപ്പിച്ചത് ഒരടിയാക്കി ചുരുക്കി. ഫംതലഅ ഖബറുഹു അലൈഹി നാറ. ആ ഒരടി കൊണ്ട് തന്നെ അവന്റെ ഖബർ തീ കൊണ്ട് നിറഞ്ഞു എന്ന്. അല്ലാഹ് ഒരു അടിമയെ ഖബറിൽ 100 അടി അടിക്കാൻ വേണ്ടി പറഞ്ഞു. ആ 100 അടി ഇവന് കുറേ അള്ളാഹിനോട് പറഞ്ഞിട്ട് 100 അടി ഒരടിയാക്കി മാറ്റി. ആ ഒരു അടി അടിച്ചപ്പോഴേക്കും അവന്റെ ഖബറിൽ തീ കൊണ്ട് നിറഞ്ഞു. അപ്പോ ഫലമർത്തഫ അൻഹു ഖാല അലാ മാ ജലത്തുമുനി. ഈ വ്യക്തി ചോദിച്ചു, എന്നെ എന്തിനാണ് നിങ്ങൾ അടിച്ചത്? അവർ പറഞ്ഞു, ഖാലു ഇന്നക സ്വല്ലൈത സ്വലാത്തൻ ബിഗൈരി തുഹൂരിൻ വമറർതു അലാ മദ്ലൂമിൻ ഫലം തൻസുറു. നീ ശുദ്ധിയില്ലാതെ നിസ്കരിച്ച വ്യക്തിയാ. അവൻ ചെയ്ത ഒന്നാമത്തെ തിന്മ എന്താ? നിസ്കരിക്കുമ്പോൾ അവന് ശുദ്ധിയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുമ്പോൾ ശുദ്ധി വേണം. അതൊരു മുസ്ലിമിന് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ഒരു വ്യക്തി ശുദ്ധിയാകുമ്പോഴേ അവന് നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഇന്ന് പല ആളുകളും നിസ്കരിച്ചുകൊണ്ടിരിക്കെ ഒന്നു മുറിഞ്ഞാൽ നിസ്കാരത്തിൽ നിന്ന് പോകാൻ മടിയാ. ഞാനൊന്ന് പള്ളിയിൽ വന്ന് ഒന്ന് നിസ്കരിക്കുമ്പോൾ ഒന്നു മുറിഞ്ഞ് ഞാൻ പോയാൽ ആളുകൾ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക? എന്ത് വിചാരിച്ചാലും ഇല്ലേലും നമ്മളെക്കുറിച്ച് അള്ളാഹ്ക്കറിയാം. നമ്മൾ നിസ്കരിച്ചത് ഒളിവോട് കൂടിയാണോ അല്ലേ അള്ളാഹ്ക്കറിയാം. ഇന്ന് പല വ്യക്തികളും വലിയ ജനാപത്തുണ്ടായാൽ, വലിയ അശുദ്ധി ഉണ്ടായാൽ ഭാര്യയുമായി ബന്ധപ്പെട്ട് കുളിക്കാതെ പള്ളിയിൽ ഒന്ന് നിസ്കരിക്കുന്നുണ്ട്. എത്ര വലിയ തിന്മയാ! ഇന്നക സ്വല്ലൈത സ്വലാത്തൻ ബിഗൈരി തുഹൂരിൻ. ശുദ്ധിയില്ലാതെ നിസ്കരിച്ചു, അതുകൊണ്ടാ ഖബറിലടി. 100 അടി പറഞ്ഞു, ഒന്നാക്കി ചുരുക്കി. ആ ഒന്നുകൊണ്ട് അവന്റെ ഖബർ തീ കൊണ്ട് നിറഞ്ഞു എന്നാ. രണ്ടാമത്തെ ചെയ്ത തിന്മ എന്താ പ്രിയപ്പെട്ടവരെ? വമറത്തു അലാ മദ്ലൂമിൻ ഫലം തൻസുറുഹു. ഒരു ആക്രമിക്കപ്പെട്ട വ്യക്തിയുടെ മുമ്പിലൂടെ പോയി, അവനെ സഹായിച്ചില്ല. ആക്രമിക്കപ്പെട്ട വ്യക്തിയുടെ മുമ്പിലൂടെ പോവാണ്, സഹായിക്കാൻ കഴിവുണ്ടായിട്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ അവനെ സഹായിക്കണം. അവനെ സഹായിക്കാതെ മുന്നോട്ട് പോയാൽ ഖബറിൽ പോലും ശിക്ഷയുണ്ട് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ തിന്മയെ നമ്മൾ അത്തരം കാര്യങ്ങൾ പ്രിയപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 9-ാമത്തെ ഒരു കാര്യമാണ് റസൂലുള്ളാഹി പറയാണ്, മയ്യത്തിന്റെ കുടുംബക്കാര് മയ്യത്തിന് വേണ്ടി അനാവശ്യമായി അനിസ്ലാമികമായ കരച്ചിൽ നടത്തിയാൽ മരിച്ച വ്യക്തി ഖബറിൽ ശിക്ഷ ഉണ്ടാകുന്ന റസൂലുള്ളാഹി പറഞ്ഞു, അൽ മയ്യിത്തു യുഅസ്സബു ഫീ ഖബരിഹി ബിമാ നീഹ അലൈഹി. ഒരു മയ്യത്ത് അവന് വേണ്ടി ആളുകൾ കരഞ്ഞതിന്, അട്ടഹസിച്ച് കരഞ്ഞതിന്റെ പേരിൽ അവന് ഖബറിൽ ശിക്ഷ നേരിടുന്ന. പ്രത്യേകിച്ചും ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ നല്ല വ്യക്തിയാണെങ്കിൽ ഒരുപാട് പേര് കരയാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം ഒരു വസിയത്ത് കൊടുക്കുകയോ ആ നിലക്കൊക്കെ ആളുകളെ കൊണ്ടുവന്ന് കരയിപ്പിക്കുമ്പോഴൊക്കെ കാണാൻ പറ്റും. അത്തരം കരച്ചിലുകൾ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. സ്വാഭാവികമാണ്, നമ്മളിപ്പം മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ നമുക്ക് കണ്ണീര് വരും. അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അല്ലാതെ ആർത്തട്ടഹസിച്ചുകൊണ്ട് മുടിയൊക്കെ സ്ത്രീകൾ പ്രത്യേകിച്ച് മുടിയൊക്കെ മുന്നിലേക്ക് ഇട്ട് ആ നിലയ്ക്കൊരു കരച്ചിൽ പ്രിയപ്പെട്ടവർ ഇസ്ലാം ഒരിക്കലും അനുവദിച്ച കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയും ചില തിന്മകളൊക്കെ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും വഇയ്യായ സാനി ബിതഖ്വല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹിനെ സൂക്ഷിച്ച് പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിൽ ശിക്ഷ ലഭിക്കുന്ന 9ഓളം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി പറയാണ് സ്വഹാബാക്കളോട്, ഒരിക്കൽ റസൂലുള്ളാഹി 2 വ്യക്തികളെ കൂടി ഒരു യാത്ര ചെയ്യണം. അങ്ങനെ 2 വ്യക്തികളെയും കൂടി, ഒരു റസൂലിൻ്റെ കൂടെ ഒരു വ്യക്തിയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര ചെയ്യാം. റസൂലുള്ളാഹി അവരോട് യാത്ര പുറപ്പെടാൻ വേണ്ടി 2 ആളുകൾ വന്ന് എന്നോട് അവരുടെ കൂടെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ ചെന്നു. അവരുടെ കൂടെ ചെന്നപ്പോൾ റസൂലുള്ളാഹി ചില കാഴ്ചകൾ കാണുകയാണ്. ഒന്നാമതായി റസൂൽ ഇങ്ങനെ പോകുന്ന സമയത്ത് റസൂലുള്ളാഹി കാണുന്നത് ഒരു വ്യക്തിയെ
ഇങ്ങനെ ഒരു വ്യക്തിയെ ചെരിഞ്ഞ് കിടത്തിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഒരു വ്യക്തിയെ ചെരിഞ്ഞ് കിടത്തിയിട്ടുണ്ട്. അവന്റെ തലയുടെ ഭാഗത്ത് മറ്റൊരു വ്യക്തി നിൽക്കുന്നുണ്ട്. ഈ തലയുടെ ഭാഗത്ത് നിൽക്കുന്ന വ്യക്തി ഒരു വലിയ കല്ലുകൊണ്ട് ഇവന്റെ തല കുത്തിപ്പൊട്ടിക്കണം. അങ്ങനെ ആ കല്ല് നിലത്തിടുമ്പോഴേക്കും തല പൂർവ്വശുദ്ധിയിലേക്ക് എത്തിയിട്ടുണ്ട്. വീണ്ടും ഈ തല കുത്തിപ്പൊട്ടിക്കും. ഇത് കണ്ട റസൂലുള്ള അങ്ങനെ ആകെ ഞെട്ടി. ഒരു വ്യക്തിയെ ചെരിച്ചിങ്ങനെ കടത്തിയിട്ട് തല ഇങ്ങനെ കുത്തിപ്പൊട്ടിക്കുക. ആ കല്ല് താഴെ വെക്കുമ്പോൾ അവന്റെ തല വീണ്ടും പൂർവ്വശുദ്ധിയിലേക്ക് എത്തി, വീണ്ടും കുത്തിപ്പൊട്ടിക്കുക. റസൂലുള്ള ചോദിച്ചു ഇത് ആരാണ്? അപ്പൊ ഈ കൂടെയുള്ള മലക്കുകൾ പറഞ്ഞു നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ള കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അടുത്തൊരാളെ കാണുകയാണ്. അവര് മലർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അയാളുടെ സമീപത്ത് നിൽക്കുന്ന മറ്റൊരാൾ ഒരു ഇരുമ്പിന്റെ കൊളുത്ത് അയാളുടെ കയ്യിലുണ്ട്. ആ ഇരുമ്പിന്റെ കൊളുത്തുകൊണ്ട് അയാളുടെ ചെവിയിലും കണ്ണിലും മൂക്കിലും ചെവിയിലും ഈ കൊളുത്തിടും. എന്നിട്ട് വലത് ഭാഗം ചെവി വരെ വലിച്ചു കീറും. എന്നിട്ട് അദ്ദേഹം ഇടത് ഭാഗത്തേക്ക് വന്നിട്ട് ആ ഇരുമ്പിന്റെ കുളത്ത് ഈ വായയിലും മൂക്കിലും ചെവിയിലിട്ടിട്ട് അതും ഈ ചെവി വരെ കണ്ണിലിട്ടിട്ട് ഈ ചെവി വരെ വലിച്ചു കീറും. വീണ്ടും വലത് ഭാഗത്തേക്ക് വരുമ്പോഴേക്കും വലത് ഭാഗം പൂർവ്വസിദ്ധിയിലായിട്ടുണ്ടാകും, അതിങ്ങനെ വലിച്ചു കീറും. ഒരു മനുഷ്യനെ ഇരുമ്പിന്റെ കുളത്തുണ്ട്, നമുക്കൊരു കൈ മുറിഞ്ഞാൽ എത്ര വേദന ഉണ്ടാകും. ഇതിങ്ങനെ പച്ചക്ക് വലിച്ചു കീറുക. റസൂൽ സുബ്ഹാനല്ലാഹ് ഇതെന്താണ്? കൂടെയുള്ള രണ്ടാളുകൾ പറഞ്ഞു നമുക്ക് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയപ്പോ റസൂലുള്ള ഒരു അടുപ്പ് പോലുള്ളൊരു ഗുഹയുടെ മുമ്പിലെത്തി. ആ ഗുഹയുടെ മുമ്പിൽ ശബ്ദ കോലാഹലങ്ങൾ ഇങ്ങനെ കേൾക്കണം, കുറച്ച് ആർത്തട്ടഹാസങ്ങൾ കേൾക്കണം. റസൂലുള്ള ചോദിച്ചു ഇതാരാണ്? റസൂൽ അതിലേക്ക് എത്തി നോക്കിയപ്പോൾ ചില വ്യക്തികൾ വസ്ത്രം ധരിക്കാതെ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും അതിലിങ്ങനെ കിടക്കുകയാണ്. അവരെ തീ വന്ന് വിഴുങ്ങുന്നുണ്ട്. ആ സമയത്താണ് റസൂലുള്ള ആ തീ വന്ന് വിഴുങ്ങുമ്പോഴാണ് ഇവർ ഈ കരയുന്ന ആർത്തട്ടഹസിക്കുന്ന രംഗണ്ടാണ്. റസൂൽ ചോദിച്ചു ഇതാരാണ്? റസൂലുള്ളാഹിയോട് അവർ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരു നദിയിലെത്തി. ആ നദി പ്രിയപ്പെട്ടവരെ, ആ നദിയിൽ രക്തം പോലെ ചുവന്ന വെള്ളമായിരുന്നു ആ നദിയിൽ ഉണ്ടായിരുന്നത്. ആ നദിയിൽ ഇങ്ങനെ ഒരു വ്യക്തി നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നീന്തുന്ന വ്യക്തി കരയിലേക്ക് എത്തുമ്പോഴേക്കും ഒരു വലിയ കല്ല് അവന്റെ വായിലേക്ക് ഇടുന്ന. ആ വ്യക്തി വീണ്ടും നീന്തി വരുമ്പോഴേക്കും അടുത്തൊരു കല്ല് അവന്റെ വായിലേക്ക് ഇടും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു ഇതാരാണ്? അപ്പൊ റസൂലുള്ളാഹിയോട് അവര് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് റസൂലുള്ളാഹി അവസാനം സ്വർഗ്ഗത്തിലെത്തി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ തിന്മകൾ ചെയ്തത് ആരാണെന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോ മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ആദ്യമായി നിങ്ങൾ കണ്ട മനുഷ്യണ്ടല്ലോ കല്ലുകൊണ്ട് തലങ്ങനെ കുത്തിപ്പൊട്ടിച്ച വ്യക്തി, അവരാരാ നിങ്ങൾക്കറിയോ? അവര് ഒന്നാമത് അവൻ ചെയ്ത തിന്മ, അവന് ഖുർആൻ പഠിക്കുകയും അത് ഉപേക്ഷിച്ച് കളഞ്ഞ വ്യക്തിയാണ്. ഖുർആൻ പഠിച്ചിട്ട് അത് ഉപേക്ഷിച്ച് കളഞ്ഞാൽ അത് കൃത്യമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താ? പരലോകത്ത് കല്ലുകൊണ്ട് അവന്റെ തല കുത്തിച്ചതക്കുന്ന. അവന്റെ രണ്ടാമത് അവൻ ചെയ്ത ശിക്ഷ നിർബന്ധ നിസ്കാരം നിർവഹിക്കാതെ കിടന്നുറങ്ങിയവനോന്. നിസ്കാരം അത് നിർബന്ധ. പള്ളിയിൽ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോൾ കിടന്നുറങ്ങണ്ട നമ്മള്. ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ എന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക് വരാതെ ഉറങ്ങണ്ട നമ്മള്. എന്താ ശിക്ഷ പ്രിയപ്പെട്ടവരെ? പരലോകത്ത് ഖബറിൽ ഒരു കല്ലുകൊണ്ട് അത്തരം വ്യക്തികളുടെ തലപടച്ചത് കുത്തിച്ചതക്കുന്ന. റസൂലുള്ളാ ഈ രണ്ട് തിന്മകൾക്കാണ് ഈ രണ്ട് ചെയ്ത എന്താ? ഒന്നാമത്തെ തിന്മ എന്താ? ഖുർആൻ പഠിച്ച് മറന്നുപോയി, അത് ജീവിതത്തിൽ പകർത്തിയില്ല. രണ്ട്, അവന് നിർബന്ധ നിസ്കാരത്തിന്റെ സമയത്ത് ജമാഅത്തിൽ പങ്കെടുക്കാതെ കടന്നുറങ്ങിയ ആളാ. ലഭിക്കുന്ന ശിക്ഷ കല്ലുകൊണ്ട് അവന്റെ തല കുത്തിച്ചതക്കുന്ന. ഇത് ഒരു കുത്തിച്ചതക്കലോടെ അവസാനിക്കൂല, ഇത് വീണ്ടും 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 തുടർന്നുകൊണ്ടിരിക്കുക. രണ്ടാമതായി റസൂൽ കണ്ട കാഴ്ച എന്താ? ഒരു വ്യക്തി അവന്റെ വായയിലും മൂക്കിലും കണ്ണിലും ഇരുമ്പിന്റെ കുളത്തിട്ട് വലത് ഭാഗം കീറുന്നു, പിന്നെ ഇടത് ഭാഗം കീറുന്നു. ഇത് ആരാ പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി പറയാണ്, അവന് കളവുമായി കൊണ്ടിറങ്ങിയിട്ട് പ്രപഞ്ചം മൊത്തം കളവ് പ്രചരിപ്പിച്ചവനാണവൻ. അത്തരം വ്യക്തികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷ. കളവ് പറയുമ്പോൾ ശരിക്കും ആലോചിച്ചോളൂ. കളവ് പറയുന്നുണ്ടെങ്കിൽ ലഭിക്കുന്ന ശിക്ഷയാണ് പ്രിയപ്പെട്ടവരെ ഇത്. വായയിലും മൂക്കിലും കണ്ണിലും ഇരുമ്പിന്റെ കൊളുത്തിട്ട് അതുകൊണ്ട് ചെവി വരെ വലതു ഭാഗം കീറി, പിന്നീട് ഇടത് ഭാഗം കീറി, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന. മൂന്നാമത് കണ്ട കാഴ്ച എന്താ പ്രിയപ്പെട്ടവരെ? അടുപ്പ് പോലുള്ള ഒരു ഗുഹയിൽ കുറെ നഗ്നരായ ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലേ, അവരെ തീ വിഴുങ്ങുമ്പോൾ അവർ ആർത്തട്ടഹസിക്കുന്ന രംഗല്ലേ. റസൂലുള്ളാഹിയോട് അവർ പറഞ്ഞു കൊടുത്തു, അത് വ്യഭിചരിച്ച ആണുങ്ങളും പെണ്ണുങ്ങളും. വ്യഭിചാരം ഇസ്ലാം വിലക്കിയ കാര്യം. വിവാഹിതനാണോ വ്യഭിചരിച്ചോനോ ഓനെ എറിഞ്ഞു കൊല്ലണം. വിവാഹിതനല്ലേ 100 അടി അടിക്കണം. ദുനിയാവിൽ. പരലോകത്ത് അവർക്ക് എന്താ ശിക്ഷ പ്രിയപ്പെട്ടവരെ? പരലോകത്ത് ഖിയാമത്ത് നാളിൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷ ഏത്? ഒരു വലിയ ഇരുമ്പിന്റെ അടുപ്പ് പോലെയുള്ള ഒരു ചെമ്പിൽ കിടന്നിട്ട് കത്തിയെരിയേണ്ടവരായി അവർ മാറിത്തീരും. നാലാമത് കണ്ട കാഴ്ച റസൂലുള്ളാഹി ഒരു നദിയിൽ നീന്തിക്കൊണ്ടിരിക്കെ കല്ല് ഭക്ഷിക്കുന്ന വ്യക്തിയാണ്. അവൻ ആരാന്നറിയോ? അവൻ പലിശ തിന്നവനാ. ഇസ്ലാം പലിശയെ വിരോധിച്ചു. നിങ്ങൾ കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു, പലിശ ഹറാമാക്കിയിരിക്കുന്നു. പലിശയുമായി ബന്ധമുണ്ടെങ്കിൽ
ഖബറിൽ കിടക്കുന്ന വേളയിൽ പോലും പ്രിയപ്പെട്ടവരെ കല്ല് ഭക്ഷിക്കേണ്ടി വരുന്ന ഏറ്റവും നിർഭാഗ്യവരെ നമ്മൾ മാറിത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏകദേശം ചില തിന്മകൾ ഖബറുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു എന്ന് മാത്രം ഇതൊന്നും ചെയ്യാതെ പരമാവധി നല്ലവരായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് മരിച്ച് ഈ തിന്മകളുമായി മരിക്കേണ്ടി വന്നാൽ ഖബർ കിടക്കുമ്പോൾ ഈ പല ശിക്ഷകളൊക്കെ നേരിടേണ്ടത് നമ്മൾ മാറിത്തീരും. ഇത് സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഈ പറഞ്ഞ തിന്മകൾ, വ്യഭിചാരമാണ് നമുക്ക് വലുത്. ഈ പറഞ്ഞ ഓരോ തിന്മകളും ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് പ്രധാനം. അതല്ല, ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദിൽ ലദീ വഉഇദൽ മുത്തഖൂൻ. പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കാതെ കടന്നുറങ്ങുമ്പോൾ ആസ്വാദനാണോ വലുത്? ലഹരിക്ക് പിന്നാലെ പോകുമ്പോഴുള്ള ആസ്വാദനമാണോ വലുത്? അതല്ല, അം ജന്നത്തുൽ ഖുൽദിൽ ലദീ വഉഇദൽ മുത്തഖൂൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി പടച്ചറബ് വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗമാണ് നമുക്ക് ഉത്തമം എന്ന് ശരിക്കും ആലോചിച്ചുകൊണ്ട് ആ സ്വർഗ്ഗത്തിന് വേണ്ടി പണിയെടുക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും നമുക്ക് പടച്ചറബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളും പടച്ചറബ് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ കുടുംബസമേതം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് വരാൻ പടച്ചറബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين واذل الشرك والمشركين. ربنا هب لنا من أزواجنا وذريتنا قرة أعين واجعل المتقين إماما. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.